മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മക്കളെ നഷ്ടപ്പെട്ട സയനയ്ക്ക് നൽകിയ വാക്ക് പാലിക്കാൻ പുത്തുമല ഹൃദയഭൂമിയിലെത്തി മുൻ മന്ത്രി കെ രാജൻ. 3 കുട്ടികളെയും സംസ്കരിച്ചയിടത്ത് കളിപ്പാട്ടങ്ങളുമായാണ് കെ രാജൻ എത്തിയത്. മക്കളത്തേക്ക് ഒന്നും കൂടെ വരണം ജയിച്ചിട്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് മുൻമന്ത്രി കെ രാജന് വിജയാശംസകൾ നേരാനായാണ് സയനയടക്കം 13 ദുരന്തബാധിതർ തൃശൂർ ഒല്ലൂരിലെത്തിയത്. മടങ്ങും മുൻപ് വിജയിച്ച ശേഷം ഒരു തവണ കൂടി മക്കളെ കാണാൻ വയനാട്ടിലെത്തണമെന്ന ആഗ്രഹം സയന കെ രാജനെ അറിയിച്ചു. വരാമെന്ന് രാജൻ ഉറപ്പും നൽകി. തെരഞ്ഞെടുപ്പ് വിജയത്തിനു ശേഷവും സയനയുടെ ആഗ്രഹം മുൻ റവന്യൂ മന്ത്രി മറന്നില്ല. കയ്യിൽ കരുതിയിരുന്ന കളിപ്പാട്ടങ്ങളുമായി ചുരം കയറി പുത്തുമല ഹൃദയഭൂമിയിലെത്തി. ചുവന്ന റോസാപ്പൂക്കളും കളിപ്പാട്ടങ്ങളും ഓരോന്നായി കുട്ടികളുടെ കുഴിമാടത്തിൽ വെച്ചു. സൈനയെയും ഭർത്താവ് അനീഷിനെയും നെഞ്ചോട് ചേർത്തണച്ചു. സൈന തനിക്ക് സഹോദരിയാണെന്നും വാക്കുപാലിക്കുക എന്നതിനപ്പുറം സഹോദരിയുടെ ആഗ്രഹം പൂർത്തിയാക്കാനാണ് എത്തിയതെന്നും കെ രാജൻ. വാക്കുപാലിക്കുക എന്നുള്ളതല്ല, സൈനയുടെ കുടുംബം എന്ന് പറയുമ്പോൾ വ്യക്തിപരമായി ഒരു ജ്യേഷ്ഠ സഹോദര തുല്യമായിട്ടുള്ള ബന്ധം പുലർത്തുന്നൊരു കുടുംബം എന്ന നിലയിൽ വരാനും ഇവരുടെയൊക്കെ താമസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്ന ടൗൺഷിപ്പിൽ ഒന്ന് പോകാനും ഇവരുടെയൊക്കെ വീടുകളുടെ സ്ഥിതി എന്തായെന്നറിയാനും ഒക്കെയുള്ള ആകാംക്ഷ കൊണ്ടുകൂടി വന്നതാണ്. പുത്തുമലയിൽ നിന്ന് വയനാട് ടൗൺഷിപ്പ് കൂടി സന്ദർശിച്ച ശേഷമാണ് കെ രാജൻ മടങ്ങിയത്. ന്യൂസ് മലയാളം, വയനാട്.